ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ ഫൺസ് ഇൻ സ്റ്റോറീസ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോട്ട് അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ ഇറക്കിയ നിർവാണ ഇയോൺ എന്ന് പറയുന്ന ഒരു എയർഡോപ്സ് അല്ലെങ്കിൽ TWS ആണ്. ഇത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു തരംഗം സൃഷ്ടിച്ചൊരു എയർഡോപ്സ് ആണ്. അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിൽ 2 കാരണങ്ങളാണ് അതിൻ്റെ പ്രൈസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും. വിശദമായി തന്നെ പരിചയപ്പെടാനായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ആൻ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് ബോട്ടിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഈ എയർഡോപ്സിന്റെ ഈ TWSന്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നിർവാണ ഇയോൺ എന്ന് എഴുതിയിരിക്കുന്നു. ഇതിന്റെ സൈഡിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാസീവ് 120 hours പ്ലേ ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വിത്ത് കേസ് ഏകദേശം 120 മണിക്കൂർ വരെ ഒരു ഫുൾ ചാർജിൽ 120 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവുമെന്നാണ് ബോട്ട് അവകാശപ്പെടുന്നത്. കുറേ സൈഡിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയർഡോപ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അൺപാരലൽ 24 hours ഇയർബഡ് ബാറ്ററിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട 120 hours എന്ന് പറയുന്നത് വിത്ത് കേസ് ആണ് 120 hours നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത്. ഇത് ഒരു ദിവസം വരെ വിത്തൗട്ട് കേസ് അതിന്റെ ഇയർബഡിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് ബോട്ട് പറയുന്നത്. മാത്രമല്ല ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് പവേർഡ് ബൈ ഹൈഫൈ DSP. ഇതെന്ന് പറയുന്നത് അവരുടെ ആഡിയോ സ്പെസിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് CNX ടെക്നോളജി ഫോർ മൈക്സ്. ഇതെന്ന് പറയുന്നത് ഈ എയർഡോപ്സിൽ മൊത്തം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് മൊത്തം 4 മൈക്കാണ് വരുന്നത്. മാത്രമല്ല ENX ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ നോയിസ് ക്യാൻസലേഷന്റെ ഒരു ലൈറ്റർ വെർഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള സൗണ്ടുകളൊക്കെ ചെറിയ ഫാനിന്റെ അല്ലെങ്കിൽ AC-യുടെ ഒക്കെ സൗണ്ടുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഈ എയർഡോപ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുക എന്നാണ് ബോട്ട് അവകാശപ്പെടുന്നത്. അടുത്ത ടെക്നോളജി എന്ന് പറയുന്നത് സീംലെസ് ഇൻ ഇയർ ഡിറ്റക്ഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ എയർഡോപ്സ് നമ്മുടെ ചെവിയിൽ നിന്ന് ഊരുമ്പോഴും ചെവിയിലേക്ക് വയ്ക്കുമ്പോഴും നമ്മുടെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെവിയിൽ നിന്ന് ഊരുന്ന സമയത്ത് പാട്ട് പാസ് ആവുകയും തിരിച്ച് ചെവിയിലേക്ക് വയ്ക്കുന്ന സമയത്ത് പാട്ട് പ്ലേ ആവുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഈ എയർഡോപ്സിനകത്ത് നിർവാണ ഇയോണിനകത്ത് ബോട്ട് നൽകിയിട്ടുണ്ട്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡ്യുവൽ EQ മോഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഈ എയർഡോപ്സിൽ മൊത്തം 2 എക്വലൈസർ മോഡ്സ് ആണ് വരുന്നത്. അത് ഒന്ന് ബാലൻസ്ഡ് മോഡും 2 എന്ന് പറയുന്നത് സിഗ്നേച്ചർ സൗണ്ടുമാണ്. ഇതിൽ ബാലൻസ്ഡ് മോഡ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മോഡും പിന്നെ സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ആയിട്ടുള്ള ഒരു മോഡുമാണ്. തൊട്ട് അടുത്തായിട്ട് പറയുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ ആണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതിനടുത്തായിട്ട് പറയുന്നത് ബീസ്റ്റ് മോഡിനെ കുറിച്ചാണ്. 60 ms ലോ ലേറ്റൻസി ആണ് ഇതിനുള്ളത്. പിന്നെ അടുത്തത് അഡ്വാൻസ്ഡ് ബ്ലൂടൂത്ത് വെർഷൻ 5.2. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് ബോട്ട് ഈ എയർഡോപ്സിനകത്ത് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് കാണുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ടച്ച് കൺട്രോൾ ആണ്. ടച്ച് കൺട്രോൾ ഈ എയർഡോപ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് അല്ലെങ്കിൽ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ടച്ച് കൺട്രോളിന്റെ പ്രത്യേകത. തൊട്ടടുത്തായിട്ട് കാണുന്ന ഫീച്ചർ എന്ന് പറയുന്നത് IP-X4 സ്വെറ്റ് ഷീൽഡ് ആണ്. ഇതെന്ന് പറയുന്നത് അതിന്റെ IP റേറ്റിംഗ്, ഈ എയർഡോപ്സിന്റെ IP റേറ്റിംഗ് ആണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം പാക്കേജിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത്. ആദ്യത്തെ ഒരു കവറിങ് മാറുമ്പോൾ തന്നെ ഇതിനകത്തും ഒരു കുഞ്ഞു ബോക്സി ലുക്കിലാണ് ഈ ഒരു എയർഡോപ്സ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ ബോട്ട് എന്ന് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നോക്കുക എന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ QR കോഡ് വേറൊന്നുമല്ല, ഒരു ആപ്ലിക്കേഷന്റെ QR കോഡാണ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എയർഡോപ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ആപ്പിന്റെ പേരെന്ന് പറയുന്നത് ഹിയറോൾ ആപ്പ് എന്നാണ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. തുറക്കുന്ന സമയം നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു ചെറിയ കവറിംഗ് ആണ് കേട്ടോ. ഇരിക്കുന്നതാണ് ബോട്ടിന്റെ നിർവാണ ഇയോൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ബോക്സിനകത്ത് മറ്റെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബോക്സിനകത്ത് പിന്നെ ഉള്ളത് ഉറപ്പായിട്ടും അതിന്റെ ഒരു ചാർജിങ് കേബിളും അതിന്റെ യൂസർ മാനുവലും തന്നെ ആയിരിക്കണം. നമുക്ക് തുറന്നു നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഒരു ചാർജിങ് കേബിളാണ്. Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഉള്ളത് അതിന്റെ ഒരു ഇയർ ടിപ്പാണ്. കൂടാതെ ഉള്ളത് ബോട്ടിന്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്.
പിന്നീടുള്ളത് അതിന്റെ യൂസർ മാനുവൽ ഗൈഡാണ് കേട്ടോ. യൂസർ മാനുവൽ ഗൈഡ്, വാറണ്ടി കാർഡ്, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നമുക്കിത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ എയർ ഡ്രോപ്സ് നമുക്ക് കാണാൻ സാധിക്കും. തുറക്കുമ്പോൾ തന്നെ താഴെ അതിന്റെ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന നമുക്ക് അറിയാൻ പറ്റും. ഈ രണ്ട് എയർ ഡ്രോപ്സിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ട് സൈഡിലായിട്ട് രണ്ട് ഇൻഡിക്കേഷൻസ് കാണാം. ഒരു ബോട്ടിന്റെ ലോഗോയും അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 120 മണിക്കൂറാണ് ഈ എയർബഡിന്റെ കേസോട് കൂടി നമുക്ക് അതിന്റെ ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ എയർഡോപ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 hours വരെ നമുക്ക് ഇതിന്റെ ബാക്കപ്പ് കിട്ടുമെന്നാണ് ബോട്ട് പറയുന്നത്. ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിന്റെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും. ഹൈഫൈ DSP-5 10mm ഡ്രൈവറോട് കൂടിയ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ആണ് ഈ എയർബഡിന് ബോട്ട് നൽകിയിരിക്കുന്നത്. ഈ എയർബഡിൽ 2 EQ മോഡ്സ് ആണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബോട്ടിന്റെ ബാലൻസ് മോഡും, രണ്ടെന്ന് പറയുന്നത് സിഗ്നേച്ചർ സൗണ്ടും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം 4 മൈക്കാണുള്ളത്. ഓരോ എയർഡോപ്സിന് 2 മൈക്ക് വെച്ചിട്ട്, ഇവിടെ താഴെയും മുകളിലായിട്ട് ഓരോ എയർഡോപ്സിന് 2 മൈക്ക് വെച്ചിട്ട് മൊത്തം 2 എയർഡോപ്സിലായിട്ട് 4 മൈക്കാണ് നിർവാണ അയോൺ എന്ന് പറയുന്ന ഈ TWSന് ബോട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ENX ടെക്നോളജി ഈ ഇയർബഡിൽ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നോയ്സ്, ചുറ്റുമുള്ള ചെറിയ ചെറിയ നോയ്സുകളെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാനും, നമുക്ക് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ വോയിസ് കേൾക്കാനും ഒക്കെ ആ ടെക്നോളജി സാധിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഇങ്ങനെ കത്തും. ഈ എയർഡോപ്സിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളർ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന കാണാം. അത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് എയർഡോപ്സിലും നമുക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത ഉടൻ തന്നെ ഇത് നമുക്ക് കണ്ടോ, നമ്മുടെ നിർവാണ അയ്യോൺ എന്ന് പറഞ്ഞിട്ട് റെഡി ടു പെയർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ആവും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലിപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 എയർഡോപ്സിലും 90% വെച്ചിട്ട് ഇതിന്റെ ചാർജ് ഉണ്ട് എന്നാണ്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കണ്ടോ, ഈ ടച്ച് ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നമ്മുടെ ഈ സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ് ഇതിന് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് പ്ലേ പാസ് ആണ് കിടക്കുന്നത്. അതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്താണോ ആവശ്യം ആ രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലേയും സാധിക്കും, റൈറ്റ് സൈഡിലേയും സാധിക്കും. 1 year വാറന്റി ആണ് ബോട്ട് ഈ പ്രോഡക്റ്റിന് നൽകിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ. ഇത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് ആ ഓഡിയോ കേട്ട് നോക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് അതിന്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ബാലൻസ്ഡ് മോഡിലാണ് കേട്ടോ നോക്കുന്നത്. ബാലൻസ്ഡ് മോഡിൽ എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ സൗണ്ടിലോട്ട് ഞാൻ അത് മാറ്റും. ആദ്യം അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് മോഡ് നോക്കാം. ബാലൻസ്ഡ് മോഡ് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയൊരു മോഡ് തന്നെയാണ്. ഇനിയിപ്പോൾ സിഗ്നേച്ചർ സൗണ്ട് എന്താണെന്നുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ഞാൻ സിഗ്നേച്ചർ സൗണ്ട് കൂടെ എന്തായാലും ഒന്ന് ഇട്ടിട്ട് ഒന്ന് കേട്ടിട്ട് അഭിപ്രായം ഞാൻ എന്തായാലും പറയാം. ഇന്നിയർ ഡിറ്റക്ഷൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതാ ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. വീണ്ടും ഞാൻ ചെവിയിലേക്ക് എടുത്ത് വെച്ചപ്പോൾ വീണ്ടും പ്ലേ ആയി. ഇപ്പോൾ ചെവിയിൽ എടുത്ത് വയ്ക്കുന്ന സമയത്ത് അപ്പോൾ പ്ലേ ആവും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അത്ര സെൻസിറ്റീവാണ് ഇതിൻ്റെ ആ ഒരു ഇന്നിയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാലൻസ് മോഡിനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ സിഗ്നേച്ചർ സൗണ്ട് തന്നെയാണ്. സിഗ്നേച്ചർ സൗണ്ട് അവർ ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ളൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. നമുക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര രസമാണെന്ന് പറഞ്ഞാൽ ആ വോക്കൽസൊക്കെ ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അടിപൊളി എന്ന് വെച്ചാൽ സിഗ്നേച്ചർ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിഗ്നേച്ചർ സൗണ്ട് ബാലൻസ് മോഡും കൊള്ളാം. എന്നാൽ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട സിഗ്നേച്ചർ സൗണ്ട് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വർത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു സംശയവും വേണ്ട. വളരെ വർത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്.
ഇനി ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കൂടെ നോക്കാനുള്ളൂ. ബാറ്ററി ബാക്കപ്പ് എന്തായാലും ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എനിക്ക് വളരെ മികച്ചൊരു എയർഡോപ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള വളരെ മികച്ചൊരു എയർഡോപ്സ് തന്നെയാണ് നമുക്ക് ഈ ബോട്ട് നിർവ്വാണ ഇയോൺ എന്ന് പറയുന്ന എയർഡോപ്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ടച്ച് ഫങ്ഷൻസ് ആണ്. കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടച്ച് കൺട്രോൾസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സൽ ഹൈസ്പീഡ് ടൈപ്പ് സി ചാർജിങ് ആണ് ഈ ഇയർബഡിന്റെ കേസിൽ ബോട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ-ഇയർ ഡിറ്റക്ഷൻ ആണ് ഈ ഇയർബഡിൽ ബോട്ട് നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചെവിയിൽ നിന്ന് നമ്മുടെ ഇയർബഡ് ഒരെണ്ണം എടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മ്യൂസിക് കേട്ടോണ്ടിരിക്കുമ്പോൾ അത് പാസ്സാവുകയും പിന്നീട് എടുത്ത് തിരിച്ച് നമുക്ക് ചെവിയിലേക്ക് വയ്ക്കുന്ന സമയം നമുക്ക് അത് വീണ്ടും റെസ്യൂം ആയിട്ട് അത് പാട്ട് കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഇൻ-ഇയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇയർബഡിൽ ANC ഫീച്ചർ അവൈലബിൾ അല്ല. ANC ഫീച്ചർ നമുക്ക് നൽകിയിട്ടില്ല. എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്ക് ENX ടെക്നോളജി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മോശം പെർഫോമൻസ് ആണെന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതുവരെ ദിസ് ഈസ് രാഹുൽ സൈനിങ് ഓഫ്.